ഇവിടെയാണ് റാണി ചന്ദ്രയെക്കുറിച്ച് നമ്മൾ പലപ്പോഴും പറയാതെ പോകുന്ന ഒരു കാര്യം. അവർ കഥാപാത്രത്തെ അഭിനയിക്കുകയല്ല, കഥാപാത്രത്തെ മനസ്സിലാക്കുകയായിരുന്നു. KG ജോർജ് പിന്നീട് ഓർമ്മിച്ചതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് ഇതാണ്: റാണി കഥാപാത്രത്തെക്കുറിച്ചുള്ള ഓരോ ചെറിയ കാര്യവും ചോദിച്ചറിയുമായിരുന്നു. ഒരു ഷോട്ട് സംവിധായകൻ ഓക്കെ പറഞ്ഞാലും അവൾക്ക് തൃപ്തിയായില്ലെങ്കിൽ വീണ്ടും ചെയ്യാൻ തയ്യാറായിരുന്നു. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പെർഫെക്ഷനിസ്റ്റ്. പക്ഷേ 1970കളിൽ ഇതൊരു സാധാരണ കാര്യമല്ലായിരുന്നു. അന്നത്തെ അഭിനയ ശൈലിയിൽ പലപ്പോഴും ഭാവങ്ങൾ വലുതായിരുന്നു. പക്ഷെ റാണി വളരെ സ്വാഭാവികമായി അഭിനയിക്കാൻ ശ്രമിച്ചു. അതുതന്നെയാണ് സ്വപ്നാടനത്തിലെ സുമിത്രയെ വേറിട്ടതാക്കിയത്. ചിത്രത്തിന് മികച്ച ചിത്രത്തിനുള്ള സംസ്ഥാന പുരസ്കാരവും മലയാളത്തിലെ മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ദേശീയ പുരസ്കാരവും ലഭിച്ചു. റാണി ചന്ദ്രയ്ക്ക് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചു. ഇത് അവരുടെ കരിയറിന്റെ കൊടിമുടിയായിരുന്നു. പക്ഷേ ഇതാണ് കഥയിലെ ഏറ്റവും വലിയ വിരോധാഭാസം. അവാർഡ് കിട്ടിയതോടെ റാണിയുടെ കരിയർ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ അവൾക്ക് മുന്നിൽ ഇനി വളരെ കുറച്ച് മാസങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. റാണി ചന്ദ്രയുടെ ജീവിതത്തിൽ സിനിമയേക്കാൾ വലിയൊരു വികാരാധ്യായം ഉണ്ടായിരുന്നു. അത് സംവിധായകൻ IV ശശിയുമായി ബന്ധപ്പെട്ടതാണ്. ഈ ഭാഗം പറയുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് സിനിമാ ചരിത്രത്തിൽ പിന്നീട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഓർമ്മകളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഈ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത്. മറ്റൊരു രസകരമായ എപ്പിസോഡ് ഇനിയും കാണുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.